നമസ്കാരം. മുല്ലപ്പെരിയാർ വിഷയം ഇപ്പോൾ കത്തിക്കൊണ്ടിരുന്ന സംഭവം ഇപ്പോൾ അത് അണഞ്ഞു. ഒരാവശ്യം വരുമ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ച് അതിന് വീണ്ടും കുത്തിപ്പൊക്കുക കാര്യങ്ങളെല്ലാം ഇപ്പം നിലവിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുത്തിപ്പൊക്കുക എന്നല്ല, പക്ഷെ എല്ലാവരും ഒറ്റ സ്വരത്തിൽ പറയുന്നുണ്ട് ഇതിന് ഒരു കേടുപാടുണ്ട്, ഈ മുല്ലപ്പെരിയാർ ഡാം തകരും, ഇന്നല്ലെങ്കിൽ എപ്പോഴാണെങ്കിലും ഒരു ഡേറ്റ് പറയാൻ പറ്റില്ല, പക്ഷെ അതിന്റെ കാലപ്പഴക്കം കൊണ്ട് അത് ലീക്കേജ് ഉണ്ട്, അത് തകരും എന്ന് തന്നെയാണ് റിപ്പോർട്ടിലെല്ലാം പറയുന്നത്. എന്നിട്ടും കേരള സർക്കാർ അതിനെക്കുറിച്ചൊരു അതിനെക്കുറിച്ചൊരു തുറന്നൊരു സംവാദത്തിനോ അല്ലെങ്കിൽ അതിന്റെ ഒരു അപ്ഡേറ്റ് എന്താണെന്നോ ഒന്നും തന്നെ പറയാൻ നിൽക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ 2 പയ്യന്മാർ മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാലുണ്ടാവുന്ന ഭവിഷ്യത്തിനെ കുറിച്ചും കേരള ജനതയ്ക്ക് വേണ്ടിയിട്ടും കേരളത്തിന്റെ എല്ലാവിടെയും പോയി നിന്നിട്ട് അവര് ഓരോ ബോധവൽക്കരണത്തിന്റെ പേരിൽ അവർ ഓരോ കാര്യങ്ങൾ ചെയ്യേണ്ടായിരുന്നു. മുല്ലപ്പെരിയാറിന് എന്താണ് സേവ് മുല്ലപ്പെരിയാർ എന്നൊക്കെ പറഞ്ഞിട്ട്, കാരണം അതിന് ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം പണിയണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. പക്ഷേ ഇത് തമിഴ്നാട് സർക്കാർ അംഗീകരിക്കുന്നില്ല. കാരണം വെള്ളം മൊത്തം പോണത് തമിഴ്നാടാണ്, അത് കൊണ്ടുപോകുന്നത്. കേരളത്തിന് പേരിൽ കുറച്ച് ഇതും പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള കുറച്ച് വെള്ളവും മാത്രം നമുക്കിവിടെ കിട്ടുന്നുള്ളൂ. ബാക്കി മൊത്തം ഒരു 70% 80% കൊണ്ടുപോകുന്നത് തമിഴ്നാടാണ്. അപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സ്റ്റാലിൻ, തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ നിലവിൽ ഒരു ഇതുമായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിങ്ങനെയാണ്: മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കേരളത്തെ അനുവദിക്കരുത്, കേന്ദ്രത്തിന് കത്ത് നൽകി MK സ്റ്റാലിൻ. കാരണം അത് ഡീകമ്മീഷൻ ചെയ്ത് പുതിയൊരു ഡാം വന്നു കഴിഞ്ഞാൽ പുതിയ കരാർ ഉണ്ടാക്കേണ്ടി വരും. അപ്പൊ ഡാം കേരളത്തിലായിട്ട് നിൽക്കുമ്പോൾ വെള്ളം ഓട്ടോമാറ്റിക്കലി കേരളത്തിന് യൂസ് ചെയ്യേണ്ടി വരും. അപ്പൊ കരാർ മാറ്റിക്കഴിഞ്ഞാൽ തമിഴ്നാട്ടിന് വെള്ളം കിട്ടില്ല എന്നുള്ള പേടി കൊണ്ട് അവിടെ മുല്ലപ്പെരിയാർ ഡാം പുനരുദ്ധീകരിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഇത് പ്രമേയം ചർച്ചയ്ക്കാക്കണ്ട എന്ന് പറഞ്ഞിട്ട് സ്റ്റാലിൻ കത്ത് കൊടുത്തു. മറിച്ചാ നിങ്ങൾക്ക് തമിഴ്നാട്ടുകാർക്ക് കൃഷിയാണ് വലുതെങ്കിൽ കേരളത്തിലുള്ളവർക്ക് മനുഷ്യന്റെ ജീവനാണ് വലുത്. മനുഷ്യന്മാരുണ്ടെങ്കിൽ കൃഷി ഉണ്ടാവുള്ളൂ. അതും പറഞ്ഞിട്ട് ഒരു സമയത്ത് ഈ കേരളത്തിലെ ജനങ്ങളുടെ മൊത്തം ജീവന് ഭീഷണിയായി നിൽക്കുന്ന ഒരു 5 ജില്ല 6 ജില്ലകളെന്തോ ഒഴുകി പോകും. ഭീഷണിയായി നിൽക്കുന്ന ഈ മുല്ലപ്പെരിയാർ ഡാമിനെ തകർക്കണം എന്നല്ല, അതിന്റെ അവിടെ വേറൊരു ഡാം പണിയണം എന്നാണ് നമ്മുടെ ആവശ്യം. അത് സ്വാഭാവികമാണ്. എത്ര ജനങ്ങളെ ബാധിക്കുന്ന, എത്ര ജില്ലകളിനെ ബാധിക്കുന്ന, അല്ലെങ്കിൽ എത്ര വ്യവസായ സംരംഭങ്ങളിനെ ബാധിക്കുന്ന തരത്തിലുള്ള ഒരു വിഷയമാണ് ഈ മുല്ലപ്പെരിയാർ ഡാം എന്നുള്ള കാര്യം അപ്പുറത്ത് നിൽക്കുന്ന, ഈ വെള്ളത്തിന്റെ അപ്പുറത്ത് നിൽക്കുന്ന തമിഴ്നാടുകാർക്ക് അറിയില്ല. അവർ ഇതിന്റെ താഴെ വന്ന് താമസിച്ചാലാണ് അതിന്റെ ഭവിഷ്യത്ത് എന്താന്നുള്ള കാര്യം അവർ അറിയുള്ളൂ. ഇതിപ്പോ നമ്മുടെ ഡാമാണ് അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ അവർ പറയും ഇത് പൊളിച്ചു കളയണമെന്നാണ് അവർ പറയുള്ളൂ. പക്ഷെ കേരളം എന്തുകൊണ്ട് ഇതിന് ഇപ്പോഴും ഒരു ചൂടായിട്ട് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു മനുഷ്യജീവന് വില കൽപ്പിക്കുന്നില്ല എന്നുള്ള കാര്യമാണ് എനിക്ക് സംശയം. കാരണം കോൺഗ്രസ് പാർട്ടി ആയിക്കോട്ടെ, BJP പാർട്ടിക്ക് ആയിക്കോട്ടെ, CPI ഭരിക്കുന്ന പാർട്ടി ആയിക്കോട്ടെ, അവരുടെ ഘടകകക്ഷികളായിക്കോട്ടെ, മുല്ലപ്പെരിയാർ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കണം ഞാൻ കേട്ടിട്ടില്ല. മുല്ലപ്പെരിയാർ വിഷയത്തിന് സംസാരിക്കുന്ന ഇപ്പോഴും റസിൽ ജോയ് എന്ന് പറഞ്ഞ അഡ്വക്കേറ്റ് റസിൽ ജോയ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ നിലവിൽ അതിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ആ സംസാരിക്കുന്ന സമയത്ത് ജനങ്ങളെ പരിഭ്രാന്തിയാക്കാൻ വ്യാജ വാർത്ത വെളിയിൽ വിടുന്നു, അല്ലെങ്കിൽ പാനിക്കാക്കാൻ വേണ്ടിയിട്ട് ഓരോരോ ന്യൂസ്, ഫേക്ക് ആയിട്ടുള്ള ന്യൂസ് പുറത്തു വിടുന്നുകൊണ്ട് പുള്ളിനെ തഴയുന്ന ഒരു പ്രവണത ഇപ്പൊ നിലവിലുണ്ട്. പക്ഷെ എത്രത്തോളം ആൾക്കാരുടെ ജീവൻ ഇങ്ങനെ ഒരു വള്ളിയിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഓരോ ജീവൻ. അതിങ്ങനെ ആട്ടിക്കഴിഞ്ഞ സാധനം ജീവൻ പൊലിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ. അതേപോലെയാണ് ഈ ഒരു ഒരു ബോംബിന്റെ താഴെയാണ് ആൾക്കാർ ഇരിക്കുന്നത് എന്നുള്ള കാര്യം ഇപ്പോഴും കേരള സർക്കാർ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളത്. കാരണം തമിഴ്നാട് സർക്കാർ ഇങ്ങനെ ഒരു ഇത് പറയുമ്പോൾ അതിന്റെ ശക്തമായിട്ട് ഇന്നതാ കാര്യം എന്നുള്ളത്, കാരണം ഭവിഷ്യത്ത് ഇങ്ങിടാന്നുള്ള കാര്യം നല്ല രീതിയിൽ അറിയാം. കാരണം ഇതിന്റെ വലിയ ഡാം പഠനം കേന്ദ്രത്തു നിന്നും അങ്ങ് വിദേശത്തു നിന്ന് വരെ പഠനം നടത്തിയ ചോർച്ചയുണ്ട്, ഇതിന്റെ ബലക്ഷയമാണെന്നൊക്കെ പറഞ്ഞ് റിപ്പോർട്ട് തയ്യാറാക്കി കൊടുത്തിട്ടടക്കം എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ് ഇപ്പൊ നിലവിൽ അവിടെ നിൽക്കുന്നത്. മുല്ലപ്പെരിയാർ ഡാം പൊട്ടിക്കഴിഞ്ഞാൽ താഴെയുള്ള ഡാമുകൾ ഇഷ്ടം പോലെ പൊട്ടും. അതിനുശേഷം എന്താ പറയാ, എറണാകുളം ജില്ല ഇല്ലാണ്ടാവും. തൃശ്ശൂർ ജില്ലേനെ ബാധിക്കും അത്, എറണാകുളം ജില്ല, ഇടുക്കി ജില്ല, എന്താ പറയാ, ബാധിക്കുന്നതിന്റെ അങ്ങേ അറ്റം വലിയൊരു മഹാപ്രളയം പോലെയുള്ളതായിരിക്കും വരാൻ പോകുന്നത്. പറയാൻ പറ്റില്ല, ഒരു സുപ്രഭാതത്തിലായിരിക്കും കിടന്ന് പൊട്ടിത്തെറിക്കുന്നത്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പോയപ്പോൾ അതിന്റെ അകത്തോട്ട്, മുല്ലപ്പെരിയാർ ഡാമിന്റെ അകത്തോട്ട് വരെ കയറ്റി വിടില്ല. കാരണം അതിന്റെ ഇതിനെക്കുറിച്ച് വെളിയിൽ വിടണ്ട എന്ന് പറഞ്ഞിട്ടാണ്, ഇതിന്റെ ഡാമിന്റെ ഒരു ശോചനീയാവസ്ഥ വെളിയിൽ വിടണ്ട, അതിന് അകത്തോട്ട് വിടണമെന്നുകൊണ്ട് ആ പയ്യന്മാർ കുറച്ച് മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് ഇതിനൊരു പോംവഴി, എന്താണ് ഇതിനൊരു പരിഹാരം എന്നുള്ളത് ഇതുവരെയും ഒരാൾക്കും പറയാൻ പറ്റിയിട്ടില്ല. എന്താണ് ഞാൻ പറയല്ലോ, ജാതി മത ഭേദമന്യേ, പാർട്ടി ഏതുമായിട്ട് ഭേദമന്യേ എല്ലാവരും ഇതിനും ഒരുമിച്ച് നിന്നാലേ കാര്യം നടപ്പിലാവുള്ളൂ. കോൺഗ്രസിന്റെ
ഒറ്റ ആൾക്കാർ ഇതിനെക്കുറിച്ചൊരു സംസാരിച്ചിട്ട് വന്നിട്ടില്ല. എനിക്കിതൊരു വലിയ ഡിബേറ്റ് ആക്കാൻ വേണ്ടി മുൻകൈ എടുത്ത് നിന്നിട്ടില്ല. കാരണം എല്ലാവരും ഒരുമിച്ച് നിന്നിട്ട് ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഭരിക്കുന്ന പാർട്ടിക്ക് ആ ക്രെഡിറ്റ് കിട്ടുമോ എന്നുള്ള പേടി കോൺഗ്രസിനും. ഇനി കോൺഗ്രസിന്റെ അപ്പം നിന്നതിന് ശേഷം അവർ ക്രെഡിറ്റ് കൊണ്ടുവന്ന് ഇങ്ങനെ പരസ്പരം ഉള്ള ഒരു തന്നെയാണ് ഈ ഡാമിന്റെ റീകമ്മീഷനിങ് ഇത് പരിപാടിയൊക്കെ ഇപ്പോഴും നിലവിൽ ഇങ്ങനെ പെൻഡിങ് ആയിക്കൊണ്ടേയിരിക്കുന്നത്. ഇത് പൊട്ടിയുള്ള അവസ്ഥയാണ് ഞാൻ പറയുന്നത്. പൊട്ടിയുള്ള അവസ്ഥ എത്രത്തോളം ഭീകരം എന്നുള്ള കാര്യം പല വീഡിയോയിലും പല അനിമേഷൻ വീഡിയോയിലൂടെ ഇങ്ങനെയാണ് അങ്ങനെ ആയിരിക്കും എന്നുള്ള കാര്യം പറഞ്ഞത് ആൾക്കാരെ പാനിക്കാക്കാനല്ല, ഇതിന് ഉന്നത അധികാരികളുടെ കണ്ണു തുറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. ഒരു ഡാം പൊട്ടും ഇങ്ങനെ പാനിക്കാക്കിയിട്ട് എന്ത് കിട്ടുന്നത്? വർഷങ്ങളായിട്ട് റസൽ ജോയ് എന്ന് പറഞ്ഞ ആ ഒരു മനുഷ്യൻ ഇതിന്റെ പുറകെ നടക്കുകയാണ്. പക്ഷെ പുള്ളിനെ ആരും മുഖവിലക്കെടുക്കുന്നില്ല. ഒരാഴ്ച അതിനെക്കുറിച്ച് സംസാരിക്കും, പിന്നെ പുതിയ ന്യൂസുകാർക്ക് അത് മതി. അതാണ് അവസ്ഥ. അങ്ങനെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. ഇത് ആരോട് പറയാൻ എന്ത് പറയാന്നുള്ള കാര്യത്തിലാണ് ഇപ്പോഴും ഒരു ആശങ്ക. അത് വല്ലാത്തൊരു തന്നെയാണ്. കാരണം കേരളത്തിൽ ഇങ്ങനൊരു ചോർച്ചയായി എപ്പോൾ വേണമെങ്കിലും പൊട്ടാമെന്നുള്ള ലെവലിൽ നിൽക്കുന്ന സമയത്ത് അത് ഭയങ്കര രീതിയിൽ ആൾക്കാരുടെ ഉള്ളിൽ ഭയം. കാരണം ഒരു നേരം സമാധാനത്തോടെ കണ്ണടച്ച് ഉറങ്ങാൻ പോലും ഭയക്കുന്ന ജനതയാണ് ഇതിന്റെ താഴത്ത് ജീവിക്കുന്നത് എന്നുള്ളത് ആർക്കും മനസ്സിലാവുന്നില്ല. കാരണം തമിഴ്നാട് ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കുമ്പോൾ തമിഴ്നാടിന്റെ ഉദ്ദേശശുദ്ധി നല്ലതാണോ എന്നുള്ള കാര്യത്തിലും പരിശോധിക്കേണ്ട ഒന്നാണ്. കാരണം അവർക്ക് വെള്ളം വേണ്ടത് അവർക്ക് കൃഷിക്കും അവർക്ക് ഇതിനെല്ലാത്തിനാണ് ഇതിന്ന് വെള്ളം എടുത്തിട്ട് പോകുന്നത്. പക്ഷെ ഇതിന്ന് വെള്ളം എടുത്തിട്ട് പോകുമ്പോൾ താഴത്ത് ഇതിന്റെ എന്താ പറയാ ഈ ഒരു ദുരിതം അനുഭവിച്ച് കഴിയുന്ന അല്ലെങ്കിൽ ഉറക്കമില്ലാതെ എപ്പോൾ പൊട്ടെന്ന് പറഞ്ഞിട്ട് കഴിയുന്ന മനുഷ്യന്മാരുടെ സമാധാനം കെടുത്തിക്കൊണ്ടാണ് അവർ വെള്ളം എടുത്ത് പോകുന്നതും ഇങ്ങനെ ഒരു ഡീകമ്മീഷൻ ചെയ്യാനുള്ള ഒരു ഇപ്പോൾ സമർപ്പിക്കേണ്ട പരിശോധിക്കേണ്ട അല്ലെങ്കിൽ അത് ചർച്ച ചെയ്യേണ്ടാവേണ്ട പുള്ളിക്കാരൻ ലെറ്റർ അയക്കണതല്ല. മുഖ്യന്റെ എന്തോ ഒരു വലം കൈയാണ് ഇറം കൈയാണെന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെ ഇവരൊക്കെ ഒരുമിച്ചാണെന്നുള്ളത്. എന്നിട്ട് എവിടെ കേരളത്തിന് ഒരു സമീപനം തമിഴ്നാട് ചെയ്യുന്നില്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ കേരളം അവരോട് ഇത്ര സഹതാപം കാണിക്കണം എന്നുള്ളതാണ്. വെള്ളം അവർക്ക് കിട്ടിക്കോട്ടെ, പക്ഷെ അവിടുത്തെ ആൾക്കാരുടെ ജീവൻ കൊടുത്തിട്ട് വേണം അവർക്ക് വെള്ളം കിട്ടാൻ. നമ്മുടെ ഇവിടുത്തെ ജീവനും വേണം അവർക്ക് വെള്ളവും വേണം. അതിനനുസരിച്ചുള്ള പദ്ധതികളും കാര്യങ്ങളെല്ലാം നിലവിലുണ്ടാക്കുക. അല്ലാതെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഒരു ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളാണ്. പക്ഷെ നടക്കാൻ പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുന്നത്. വലിയൊരു ദുരന്തവും അല്ലെങ്കിൽ വലിയൊരു വിപത്തും വരണ്ട എന്നുള്ളത് കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് ഓരോരോ ഒരു പയ്യന്മാർ ഇപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഇറങ്ങിയിട്ടുണ്ട് ഇങ്ങനെ ഇതിന്റെ കുറിച്ച് ഡാമിന്റെ പ്രശ്നങ്ങളൊക്കെ കുറിച്ചിട്ട് ആൾക്കാരിനെ ബോധവൽക്കരിക്കാനും ഒരു ക്യാമ്പയിൻ നടത്താനും വേണ്ടിയിട്ട് പല ഇതിലൂടെ സഞ്ചരിക്കുന്നുണ്ട് അവർ. ആ സഞ്ചരിക്കുന്നതിന് പലരും സപ്പോർട്ട് ചെയ്യേണ്ട കുറെ വിമർശനങ്ങൾ ജനങ്ങളെ പാനിക്കാക്കിയിട്ട് എന്ത് വോട്ടാണ് കിട്ടാൻ പോകുന്നത്? ഇവരതാണ് ചിന്തിക്കുന്നത്. ജനങ്ങളെ പാനിക്കാക്കിയിട്ട് ഒരു വോട്ട് പിടിക്കുക വോട്ട് ചെയ്യുക എന്നുള്ള ലെവലിലാണ് ഇപ്പോഴും പല ഭരണാധികാരികളും സംസാരിക്കുന്നത്. പക്ഷെ ഇവരാരും മുൻകൈ എടുക്കുന്നില്ല എന്നുള്ളത് ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. ഇതെന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മനുഷ്യന്മാർ ഒറ്റക്കെട്ടായി നിൽക്കുന്നില്ല എന്ന് തന്നെയാണ് കേരളത്തിന്റെയും ഇതിന്റെ എല്ലാം പോരായ്മയായിട്ട് വരുന്നത്. അവസാനം എന്തെങ്കിലും ഒരു വിപത്ത് സംഭവിക്കുമ്പോഴാണ് ഇവരൊക്കെ പഠിക്കുകയുള്ളൂ. അപ്പോഴേക്കും ആ ജീവനുകൾ പൊലിഞ്ഞിട്ടുണ്ടാവുന്ന മാത്രമാണ്. അല്ലെങ്കിൽ അവരുടെ സ്വത്തുക്കള് ജീവൻ സ്ഥലങ്ങളെല്ലാം നാമാവശേഷമായി പോയിട്ടുണ്ടാവും. ഇവരിപ്പോഴെങ്കിലും ഇതൊന്നും ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ എന്തായാലും സേവ് മുല്ലപ്പെരിയാർ, സേവ് അവിടുത്തെ ജനങ്ങളുടെ ലൈഫ് എന്നേ പറയാനുള്ളൂ.